അവസാനമായിട്ട് പ്രിയാൻസി സിസ്റ്റർ പ്രാർത്ഥിക്കും. ശേഷം രാകേഷ് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബ്ലസ് മീഡിയയിൽ നാഥായ സന്ധ്യായോഗമായ കർത്താവ് ഞങ്ങൾക്ക് കൂടി ഒരു വന്നക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് നൽകുന്നതായ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ലീഡ് ചെയ്യാൻ ദൈവം സഹായിക്കുമാറാകണം. ഇന്ന് മീറ്റിംഗ് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദേവദാസന്മാരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആമേനാഥ. കർത്താവ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളെ മറച്ചു കൊള്ളുമാറാകണം. കർത്താവിന് വചന ശുശ്രൂഷിക്കുന്ന ദേവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, സ്തോത്രം സ്തോത്രം. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ വചനം ഘോഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണം. കേൾക്കപ്പെടുന്ന വചനം കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസത്തിനും കർത്താവെ ആശ്വാസത്തിനൊക്കെ കാരണമാക്കി ദൈവം തീർക്കുമാറാകണമേ എന്ന് ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് നല്ല വായുടെ നാവോട് കൂടെ ഇരിക്കുമാറാകണം. വിക്കനായ മോശയുടെ നാവോട് കൂടെ ഇരുന്ന ദൈവം ദേവദാസനെ ബലപ്പെടുത്തി നല്ല വായുടെ നാവോട് കൂടെ ഇരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കേൾപ്പാൻ സ്തോത്രം കേൾക്കപ്പെടുന്ന വചനം അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാനും അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുടുംബമായവരെ അനുഗ്രഹിക്കണമേ, സഭയാവരെ മാനിക്കണം. മീറ്റിംഗിനാദ്യ അവസാനങ്ങളെ കർത്താവിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുക്രിസ്തുവിനുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആകാശം ഭൂമി ഉണ്ടാക്കിയ ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, 2024 വർഷം ഡിസംബർ മാസം 8 സന്ധ്യാസമയത്ത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾ അത്ഭുതമായി നടത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. പ്രവർത്തികളുടെയും ദേവദാസന്മാരെയും ദൈവമക്കളെല്ലാം കർത്താവ് വഹിച്ചല്ലോ. ഒരാഴ്ചയും കർത്താവിൻ്റെ അത്ഭുതകരം ഞങ്ങളെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഞങ്ങളുടെ മേഖലയിൽ ധാവേ സ്തോത്രം ധാവേ വേലയുടെ ബന്ധത്തിലും ജോലിയുടെ ബന്ധത്തിലും ഒക്കെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ അങ്ങനെ കരസ്പർശം അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ഞങ്ങളെ അത്ഭുതമായി സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ ദിവസവും അന്നുള്ള ആഹാരങ്ങൾ അന്നുള്ള അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് വെളിപ്പെടുത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഓരോരുത്തരെയും കർത്താവ് ഉള്ളം കയ്യിൽ വഹിച്ചല്ലോ. സഭാ പ്രവർത്തനങ്ങൾ സഭാ വിശ്വാസികൾ ദേവദാസന്മാർ ദൈവമക്കളെല്ലാം കർത്താവ് വഹിച്ചനായി സ്തോത്രം. ആപത്തും അനർത്ഥം നിറഞ്ഞ ഈ ലോകത്തിൽ ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രകൃതിക്ഷോഭങ്ങൾ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ പ്രയാസങ്ങളൊക്കെ ലോകത്തെമ്പാടും വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള സകലത്തെയും കർത്താവ് വഹിച്ച കൃപയ്ക്കായി സ്തോത്രം. തക്ക സമയത്ത് തങ്ങളുടെ അനുഗ്രഹങ്ങൾ വചനപ്രകാരമുള്ള ദൈവ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ഞായറാഴ്ച സന്ധ്യാസമയം ബ്ലസ് മീഡിയയുടെ കർത്താവ് സന്ധ്യാസമയത്തെ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ചുരുക്കം ജനമായി ഞങ്ങളെ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂടി വന്ന എല്ലാ കർത്തദാസന്മാരും കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്നു, ദൈവമക്കളും കുടുംബങ്ങൾക്കായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ അധ്യക്ഷനായി ദാസനായി സ്തോത്രം. ദാസിക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വനം സംസാരിക്കുന്ന ദാസനായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തിനായി സ്തുതിക്കുന്നു. സഭയ്ക്കായി സ്തോത്രം. തന്നെ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഇന്ന് സന്ധ്യാസമയം സ്വർഗത്തിന് എന്നേക്കും സ്ഥിരമാക്കുന്ന വചനം ഞങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അതിൻ്റെ വചനത്തിൻ്റെ ശക്തി സൗഖ്യത്തിൻ്റെ ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ, ശരീരങ്ങളെ ആത്മാവിൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല ദൂരസ്ഥരായിരിക്കുന്ന ജോയിൻ ചെയ്തവർക്കും എല്ലാവർക്കും ഗ്രൂപ്പിലെല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരുപോലെ ഇന്നത്തെ വചന ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടുന്ന ജീവിതങ്ങൾ ദൈവമക്കളെല്ലാം ഞങ്ങൾ ഓർക്കുന്ന പീഡാനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. ദൂരദേശങ്ങൾ ജോലിക്ക് വേണ്ടിയും വേലയ്ക്ക് വേണ്ടി പോയ ദേവദാസന്മാർ ദൈവമക്കളെല്ലാം കർത്താവ് സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ സന്ധ്യാസമയത്തെ കൂട്ടായ്മയും അങ്ങയുടെ അങ്ങ് മഹത്വപ്പെടുത്തുവാനും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവണികൾ ഒരുക്കുവാൻ കാരണമാക്കി തീർക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നയിക്കുന്ന ദേവദാസന്മാരെ കുടുംബങ്ങളായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ ആലോചന പ്രകാരം ബലത്തോടെ അനേക ജീവിതങ്ങൾക്ക് ഈ പ്രവർത്തനം കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവർത്തിക്കായി സ്തുതിക്കുന്നു. നെറ്റിൻ്റെ എല്ലാ പ്രയാസവും നീക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ജോയിൻ ചെയ്യാനുള്ളവർക്കായി സ്തോത്രം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ഇന്ന് സന്ധ്യാസമയം ലോകമ്പാടും നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളും ഓൺലൈനിലെ കൂട്ടായ്മകൾക്കായി സ്തോത്രം. ആലയങ്ങളിലും ഭവനങ്ങളും നടത്തപ്പെടുന്ന എല്ലാ കൂട്ടായ്മകളും കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനായി സ്തുതിക്കുന്നു. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ആരാധന വിവിധയിടങ്ങളിലായിരുന്നുകൊണ്ട് നമ്മൾ കൂടുകയും ശേഷം നമുക്ക് ഒരുമിച്ച് ഈ സന്ധ്യയിൽ ഈ ബ്ലസ്മഡിയിലൂടെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കുകയും നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം ശുശ്രൂഷിക്കുന്ന ദേവദാസൻ, അതുപോലെ രാജൻ പാസ്റ്റർ, രാകേഷ് പാസ്റ്റർ, ജനീഷ് പാസ്റ്റർ ഫാമിലി, കർത്താവദാസൻ ബിജോയ് പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തപ്രിയൻ ബിജോയ് പാസ്റ്റർ നമ്മുടെ ഗ്രൂപ്പിൽ ഈ അടുത്ത ദിവസം ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. ബഹുമാനെ പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഗ്രൂപ്പിൽ ചില ക്ലാസ്സുകളിലും മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇന്ന് തിരുവചനം ശുശ്രൂഷിക്കുന്ന ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് നാളായി ജിജോലാൽ പാസ്റ്ററെ മെസ്സേജൊക്കെ കേട്ടിട്ട്. കാരണം ദേവദാസന് മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു ആരാധന കൂടെ നടത്തേണ്ടതായിട്ട് ചില മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അതിനോടുള്ള ബന്ധത്തിലൊക്കെ പലപ്പോഴും ഞായറാഴ്ച മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒക്കുന്നുപോലെ ബൈബിൾ ക്ലാസ്സിലൊക്കെ സജീവമായി പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ദൈവഭക്തനാണ്. ഇന്ന് രാത്രിയിൽ ദേവദാസനിലൂടെ കേൾക്കുന്ന സന്ദേശം നമുക്കൊരു വലിയ അനുഗ്രഹമായി മാറും. വലിയ ദൈവിക ദർശനവുമായി ബന്ധപ്പെട്ട അട്ടപ്പാടിയുടെ ഒരു മലയോര മേഖലയിൽ, അട്ടപ്പാടി എല്ലാം മല തന്നെയാണെങ്കിലും അതിനകത്തൊരു മലയുടെ മുകളിലാണ് ദേവദാസൻ വളരെ ത്യാഗം സഹിച്ചും വളരെ ബദ്ധപ്പാട് സഹിച്ചും, അതങ്ങനെ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതല്ല, എന്തെങ്കിലും പറയണമെന്നവർക്കും പറയുന്നതല്ല. ദേവദാസൻ ഇപ്പോൾ ആയിരിക്കുന്ന ഭവനം, ആ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന സാഹചര്യമൊക്കെ നേരിൽ വന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശേഷിച്ച് മഴക്കാലത്ത് അത്രയും ത്യാഗം ചെയ്ത് കർത്തൃവേലയിൽ ചെയ്യുന്ന ദൈവത്തിന് മാത്രമല്ല, ഞങ്ങളോട് ചേർന്ന് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ സഭയുടെ പണി കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ദേവദാസനെ വിളിച്ചാൽ സജീവമായിട്ട് പങ്കെടുക്കുകയും മാത്രമല്ല എല്ലാ ശുചീകരണ പ്രവർത്തനമായാലും ഒരു സഹോദര തുല്യമായി ഞങ്ങൾ സഹകൃത്യന് മാത്രമല്ല ഒരു സഹോദര തുല്യം ഞങ്ങളായിരിക്കുന്നു. ദേവദാസന്റെ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന വചനം നമുക്കൊരു ബലമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. ദേവദാസന്റെ സഭയുടെ പണികാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അവരല്പം വസ്തുവൊക്കെ എടുത്ത് മേടിച്ചു. അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിലും ജിജോലാൽ പാസ്റ്ററെ കുടുംബത്തെ വഹിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ദേവദാസനെ ആദരവോടെ ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദേവദാസൻ, അതുപോലെ ഈ മീറ്റിംഗിൽ സന്നിധരായിരിക്കുന്ന എന്റെ സഹഭൃത്യന്മാരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദേവദാസന്മാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ ആയിരിക്കുന്ന ബഹുമാന്യ ദേവദാസൻ രാജൻ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചില മാസങ്ങൾക്കും ചില ആഴ്ചകൾക്കുമൊക്കെ ശേഷമായിട്ടാണ് പ്ലസ് മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രിയ ദേവദാസൻ ഓർമ്മപ്പെടുത്തിയ പോലെ ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം ഒരുക്കിയത്. എങ്കിലും ഇന്ന് രാത്രി ദൈവം ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദേവദാസന്മാരും വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്കറിയാം നമ്മുടെ മുൻപിൽ സമയം പരിമിതമാണ്. നമ്മളെല്ലാം ഒരു ആരാധനയ്ക്ക് ശേഷമായിട്ടാണ് ദൈവത്തിനെ ആയിരിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ബഹുമാന്യ ദേവദാസന്മാരുണ്ട്. പ്രത്യേകിച്ച് സനോജ് പാസ്റ്റർ, ജനീഷ് പാസ്റ്റർ, ഷിജു പാസ്റ്ററൊക്കെ കാണാനായിട്ട് അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് സനോജ് പാസ്റ്റർ ഓർമ്മപ്പെടുത്തിയ പോലെ
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദർശനങ്ങൾ അത് വിവിധ നിലകളിലാണ്. ആ ദർശനങ്ങൾ നമ്മൾക്ക് നൽകിയിരിക്കുമ്പോൾ തന്നത് ആരാണെന്നുള്ളൊരു ഉറപ്പും ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഉറപ്പോടെ നിൽക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും ഈ ദർശനങ്ങളിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ആ ദർശനം നൽകിയിരിക്കുന്നവൻ ആരാണെന്നുള്ളൊരു വലിയ ബോധ്യം നമുക്കുണ്ടായാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ദൈവകൃപ സർവശക്തനായ ദൈവം നമുക്ക് നൽകി തരുവാനിടയായിത്തീരും. അതുകൊണ്ട് എന്നെ പോലെ തന്നെ ദൈവിക ദർശനം പ്രാപിച്ച് വിവിധ നിലകളിൽ വിവിധ നിയോഗത്തോടു കൂടി ദൈവം ഏൽപ്പിക്കപ്പെട്ട മഹാനിയോഗത്തിന്റെ പൂർത്തീകരണമായിരിക്കുന്ന സുവിശേഷ വേലയിൽ ജാഗ്രതരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. എനിക്കറിയാം, നന്നായിട്ട് ദൈവവചനം പഠിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവദാസന്മാരുടെ മുൻപിലാണ് വചന ശുശ്രൂഷയായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വേദികളിൽ നമ്മൾ അല്പം ഒന്ന് ആശങ്കപ്പെടുന്നു. എങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച നിയോഗം അതാത് സമയങ്ങളിൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ആയതിനാൽ ഇന്ന് രാത്രിയിലും ദൈവം എനിക്ക് ഇങ്ങനെ നൽകിയ നല്ല അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യൂദയുടെ ലേഖനം അതിന്റെ 20-ാമത്തെ വേദഭാഗം ദൈവസന്നിധിയിൽ വായിക്കുവാനായിട്ട് ശരണപ്പെടുകയാണ്. യൂദയുടെ ലേഖനം 20-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായും കാത്തിരുന്നു കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമേറിയ നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ശുശ്രൂഷപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. സന്നിധരായിരിക്കുന്ന എല്ലാ ബഹുമാന ദൈവദാസന്മാരെയും ദാസിമാരെയും ദൈവം അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ നാമം മഹത്വപ്പെടുമാറാകണം. പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും വചനചിന്തകൾക്കുമായി വിരോധമായി ചലിക്കുന്ന സകല ദോഷങ്ങളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവയുടെ മേൽ ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരു മഹത്വം അങ്ങെടുക്കും. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ബൈബിളിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് യൂദയുടെ ലേഖനം. നമുക്കറിയാം, ലേഖനങ്ങളെ പറ്റി നാം പഠിക്കുമ്പോൾ ദൈവസഭയുടെ പ്രൗഢ സത്യങ്ങളും ഉപദേശങ്ങളും ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതും അപ്പോൾ തന്നെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനും ഭക്തിക്കും ആധാരമായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന ആത്മീയ സത്വങ്ങളെ അടക്കി വച്ചിരിക്കുന്ന ഒരു കലവറയാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ മഹാസന്തോഷം അനുഭവിക്കുന്ന നമ്മുടെ ഇടയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ഐഹികകാല ജീവചരിത്രങ്ങളെ അല്ലെങ്കിൽ അതിന്റെ സംക്ഷിപ്ത രൂപരേഖകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് രക്ഷയുടെ മഹാസന്തോഷം അനുഭവിച്ച് ദൈവിക പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തിത്വങ്ങൾ അതാരുമായിക്കോട്ടെ അവരുടെ അനുദിന ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് എത്തിക്കേണ്ട മഹത്കരമായിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് ലേഖനങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ലേഖനങ്ങളെ നാം വളരെ വ്യക്തമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാകുന്നു നമ്മുടേതായിരിക്കുന്ന വിശ്വാസത്തിനും നമ്മുടേതായിരിക്കുന്ന പ്രത്യാശയ്ക്കും ഒരു മഹത്കരമായിരിക്കുന്ന ഉറപ്പും ധൈര്യവും നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ മുന്നമേ ഓർമ്മപ്പെടുത്തിയതുപോലെ ദർശനങ്ങൾ പലർക്കും പല നിലയിലായിരിക്കാം. നമ്മളെ വിളിച്ചു വേർതിരിച്ച നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും വ്യത്യസ്തമായ നിലയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മൾ പല മാതാപിതാക്കളുടെ മക്കളായിട്ട് പിറവിയെടുത്ത് പല സാഹചര്യങ്ങളിലും പല നിലകളിലും വളർന്നു വന്നതുകൊണ്ട് പല മേഖലയിലുള്ളതായിരിക്കുന്നതൊക്കെ നമ്മളെ എന്ത് ചെയ്യാം, സ്വാധീനം ചെലുത്താം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ
ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ സ്വാധീനം ചെലുത്തിയ അത്തരം സാഹചര്യങ്ങളെ നമ്മളിൽ നിന്ന് ഒഴിവായി പോകുന്നത് പെട്ടെന്ന് വഴിമാറി പോകുന്നതല്ല, നമ്മുടെ വീഴ്ചയിലൂടെയും നമ്മുടെ പ്രവർത്തന മേഖലയിലൂടെയും നമ്മുടെ സംസാരത്തിലും നോട്ടത്തിലും ചിന്തയിലും നിരൂപണങ്ങളിലും വന്നു പോകുന്നതായിരിക്കുന്ന ക്രമീകരണമില്ലാത്ത മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തിരുത്തി യഥാർത്ഥമായിരിക്കുന്ന മേഖലയിലേക്ക് വർദ്ധിതമായ നിലവാരത്തോടെ കാലെടുത്തു വെക്കുവാൻ, കാലൂന്നുവാൻ ദൈവം നമുക്ക് നൽകി തരുന്ന അവസരങ്ങളാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് പെട്ടെന്നുള്ളൊരു വളർച്ചയല്ല, അത് പടിപടിയായിട്ടുള്ള വളർച്ചയാണ്. നമ്മൾ വീണുപോകാം, വഴുതി വീഴാം, പക്ഷെ എങ്ങനെ വീണു, എഴുത വീണു എന്ന് നാം വന്ന വീഴ്ചയിൽ തിരിഞ്ഞു നോക്കി നിന്നുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു വീഴ്ച വീഴാതെ മുന്നിലേക്ക് പോകുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യമാണ്. അതിന് മഹത്തരമായിരിക്കുന്ന പാത ഒരുക്കി തരുന്നത് വിശുദ്ധ ബൈബിളിലെ ലേഖനങ്ങളാകുന്നു. അതുകൊണ്ട് ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്, ഒരു വലിയ ഉറപ്പുണ്ട്, ഒരു വലിയ ധൈര്യമുണ്ട്, വലിയൊരു സന്തോഷം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. പലപ്പോഴും നമ്മളെല്ലാം ദൈവത്തിന്റെ ദാസന്മാരാണ്. പല മേഖലകളിൽ പല വാർത്തകൾ നമ്മളെ വേദനപ്പെടുത്താം. സഹപഠന്മാരിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, നമ്മുടെ ചാർച്ചക്കാർ, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഇത്തരം വേദനപ്പെടുത്തുന്ന വാക്കുകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരാം. പക്ഷേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ വേരൂന്നി നിൽക്കുന്ന, ദർശനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന, ദൈവവചനം വ്യക്തമായിട്ട് പഠിക്കുന്ന ദൈവഭക്തന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന സനാതനമായ സന്ദേശമാണ് വിശുദ്ധ ലേഖനത്തിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ലേഖനത്തിനകത്തലങ്ങളിലേക്ക് നാം ഒന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും വലിയ സന്തോഷം ഉണ്ടാകുവാനിടയായി തീരും. ഇന്ന് അനേകരും ദൈവസഭകളിൽ ലേഖനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നെ ഉയർത്തി പറയുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഞാൻ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലേഖനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം വിശുദ്ധ പൗലോസ്ലീഹ 14 ലേഖനങ്ങൾ ശക്തിയോടുകൂടി എഴുതപ്പെട്ട് നൽകിയിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന യൂദ എഴുതിയത് ഒരു 25 വാക്യങ്ങൾ മാത്രമാണ്. 25 വാക്യങ്ങൾ മാത്രം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ലേഖനം നാം അന്ത്യത്തോളം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ബൈബിളിനകത്തലങ്ങളിലുള്ളതായ എല്ലാവിധ വിഷയങ്ങളെയും ഒരുമിച്ച് കേന്ദ്രീകരിച്ച് ഒരു അതിൻ്റെതായിരിക്കുന്ന ഒരു ആത്മസത്ത മുഴുവൻ ഇതിനകത്ത് ആവാഹിച്ചു വെച്ചിരിക്കുന്ന നിലയിൽ നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തിന്റെ നിയോഗം നമ്മളിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ബഹുക്കരമായിരിക്കുന്ന ദീർഘകരമായിരിക്കുന്ന ഒരു അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണമെന്നില്ല. നാം നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ ഉപയോഗിക്കുന്നത് ചില ശുശ്രൂഷകൾ അതൊരു ആരാധനകളായി, ചില പ്രാർത്ഥനകളായി അത് വഴിമാറുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവാണ് യൂദയുടെ ലേഖനം നമുക്ക് നൽകി തരുന്നത്. ഉപകാരങ്ങൾ പറഞ്ഞാൽ മുൻപോട്ട് പോകുന്നില്ല. കാരണം ഇതിന്റെ എഴുത്തുകാരനെ പറ്റി പഠിക്കുമ്പോൾ പണ്ഡിതന്മാരല്ല, പഠിതാക്കൾ പറയുന്ന 3 അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഒരു കൂട്ടർ പറയുന്നു യോഹന്നാൻ, ദൈവത്തിന് സ്തോത്രം, അപ്പോസ്തലൻ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് കൂടെ നടന്ന യോഹന്നാൻ, 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായിരുന്ന യൂദയാണ് എഴുതിയതെന്ന് പല പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. മറ്റൊരാൾ പറയുന്നത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അല്ലെങ്കിൽ അർത്ഥ സഹോദരനായിരിക്കുന്ന യൂദ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും പറഞ്ഞ അന്നത്തെ കാലത്ത് ദൈവസഭയുടെ അംഗമായിരുന്ന അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആദിമസഭയിൽ ഉണ്ടായിരുന്ന ഒരു യൂദയാണ് ഇത് എഴുതിയിരുന്നതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അഭിപ്രായങ്ങളും ആയിക്കോട്ടെ, പക്ഷേ ബഹുദൂരം അല്ലെങ്കിൽ മുന്നോട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനെ എഴുതിയത് ആരാണെന്ന് പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനായിരുന്ന യൂദയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് ഒരു ദൈവത്തിന് സ്തോത്രം മുൻതൂക്കം നമുക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരുമായിക്കോട്ടെ, പക്ഷെ ദൈവം ഉപയോഗിച്ച ആ മഹത്തരമായ ഒരു വലിയ ദൈവത്തിന് സ്തോത്രം ഉത്തരവാദിത്വത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹം തൂലിക ചലിപ്പിച്ചു തുടങ്ങിയത് രക്ഷയുടെ സന്തോഷത്തെ അല്ലെങ്കിൽ രക്ഷയെക്കുറിച്ച് എഴുതുവാൻ വേണ്ടി താൻ പദ്ധതിയിട്ട് മുൻപോട്ട് വന്ന് തൂലികക്കെട്ട് ഇരുന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ നിയോഗം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ തനിക്ക് ദൈവത്തിന് സ്തോത്രം ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടി
പോരാടണമെന്നുള്ളതായിരിക്കുന്ന ആ തലങ്ങളിലേക്ക് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുവാനായിട്ടിടയായി തീർന്നു. ഇവിടെ നമുക്ക് വായിച്ചതായ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ 21-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. ഒരു മുന്നറിയിപ്പ് യൂദാ നമുക്ക് നൽകി തരികയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് ആ നിത്യതയിലേക്ക് ദൈവത്തിന് സ്തോത്രം നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആത്മീയ വർദ്ധനവ്, അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യൂദാ പറയാണ്, ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടണം. ദൈവത്തിന്റെ സ്തോത്രം. എന്നിട്ട് 20-ാമത്തെ വാക്യത്തിൽ 21-ാമത്തെ വാക്യത്തിലേക്ക് ഒരു 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് നിങ്ങൾ പോരാടണം. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതായ ചില സന്ദേശങ്ങളെ ചുരുങ്ങിയ നിലയിൽ നിങ്ങളോട് സംസാരിച്ചിട്ട് ദൈവസനെ താണിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ടതാണ്. അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അത് അതിവിശുദ്ധ വിശ്വാസമാണ്. നമ്മളറിയാം, നിങ്ങളോ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ ഓർത്തി, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസം ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അടുത്ത വാക്യം പറയുന്നു, അവർ ഭിന്നത ഉണ്ടാക്കുന്നവൻ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ നിങ്ങളോ എന്ന് പറയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അപ്പോൾ ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം അത് അതിവിശുദ്ധ വിശ്വാസമാണെന്ന് യൂദാ ഒന്നും കൂടി ഇറങ്ങി നമ്മളെ എന്ത് ചെയ്യുക? പ്രബോധിപ്പിക്കുക. അപ്പോൾ തന്നെ പറയുകയാണ്, ഈ വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. എന്തുകൊണ്ടാണ് പോരാടണം എന്ന് പറയുന്നത്? ഈ പോർക്കളത്തിൽ, നമ്മളൊരു പോർക്കളത്തിലാണ് നിൽക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനുഷ്യനൊരു ആത്മസത്തയും ഭൗമസത്തയും എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് സ്തോത്രം, ഒരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. ഭൗമസത്ത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നും ദൈവം എന്ത് ചെയ്തു? അവനെ എടുത്ത്, ദൈവത്തിന് സ്തോത്രം, പൊടിയിൽ നിന്ന് എടുത്ത് അവനെ സൃഷ്ടിച്ചതിന് ശേഷം, രൂപാകൃതിയെല്ലാം വരുത്തിയതിനു ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആത്മസത്ത ഉയരത്തിൽ നിന്നുള്ളതും ഭൗമസത്ത ഭൂമിയിൽ നിന്നുള്ളതുമായിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഇടയിൽ നിൽക്കുന്നതായ ഒരു അനുഭവത്തിലൂടെയാണ് ദൈവത്തെ അറിയുന്ന, ദൈവത്തെ സേവിക്കുന്ന ദൈവഭക്തന്മാർ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, നമുക്കൊരു പോരാട്ടമുണ്ട്. നമ്മളൊരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ പോരാട്ടം താഴേക്ക് പോകുന്ന പോരാട്ടമല്ല. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ഉയരത്തിലുള്ള ചിന്തിച്ചുകൊണ്ട് ഉയരത്തിലുള്ളതായിരിക്കുന്ന ആ നിശ്ചിത ലക്ഷ്യമാക്കി സഞ്ചരിക്കുക എന്നുള്ള ഒരു പരമപ്രധാനമായിരിക്കുന്ന ഉത്തരവാദിത്വം സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ, പോർക്കളത്തിൽ നാം നിൽക്കുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനയും ദൈവത്തോട് അഭേദ്യമായ ബന്ധം പുതുക്കുന്നവർക്ക് മാത്രമേ ആ നിത്യതയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് യൂദാ പറയുകയാണ്, ഒരിക്കലായിട്ട് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം വിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ പോർക്കളത്തിൽ പോരാടണം. എങ്ങനെ പോരാടണം? പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉപവാസത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ അഭേദ്യമായ ബന്ധം പുതുക്കിക്കൊണ്ട് ദൈവിക ദർശനങ്ങളെ മുറുകെ പിടിക്കുവാൻ വേണ്ടി
ദൈവത്തിന് സ്തോത്രം. ഇതാണ് യൂദ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. പോരാട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ഒരു പോരാടുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ടത് പോരാളി ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അവന്റെ സൈന്യവ്യൂഹം എങ്ങനെയുള്ളതാണെന്ന് യഥാർത്ഥമായ പോരാളി മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്തെ കാര്യം, അവൻ യഥാർത്ഥമായിരിക്കുന്ന യുദ്ധതന്ത്രങ്ങളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് പോർക്കളത്തിൽ നിൽക്കുന്നവൻ മനസ്സിലാക്കേണ്ടത്. അവൻ നമുക്കെതിരെ എന്നെ കേൾക്കുന്ന ദൈവന്മാരെ, നമുക്കറിയാം നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, മറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവികമായ നിലവാരങ്ങൾക്ക് എതിരായി വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയോടും സേനയോടുമാണെങ്കിൽ അവന്റെ സൈന്യത്തെയും അവന്റെ പോർക്കളത്തെയും വ്യക്തമായി കടന്നു വരുന്ന ശത്രുവിനെ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കരുത്തു പകരുന്നത് ദൈവവചനത്തിന്റെ കരുത്താണ്, ദൈവവചനത്തിന്റെ പ്രബുദ്ധശക്തികളാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധരായി നിൽക്കുകയും ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധിയോടെ നിൽക്കുകയും വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പോർക്കളത്തിൽ നിൽക്കുവാൻ അവസരം നൽകിയിരിക്കുന്നത്. ഇന്ന് അനേകര് പോർക്കളത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പോർക്കളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ഈ പുറമേ ഉള്ള കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു ആത്മമണ്ഡലമുണ്ട്. ഈ ആത്മമണ്ഡലത്തിൽ തന്നെ 2 തലങ്ങളുണ്ട്. ഒന്ന് സ്വർഗീയ തലവും 2 നരകതുല്യമായിരിക്കുന്ന അനുഭവം. സ്വർഗീയ തലത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സമാധാനവും സന്തോഷവും നിത്യമായിരിക്കുന്ന അനുഭവങ്ങളുമാണെങ്കിൽ, താഴത്തെ തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയിക്കുന്ന അവിടെ സമാധാനമില്ല, സന്തോഷമില്ല, യാതനകളുടെ നെടുവീർപ്പുകളുടെ അനുഭവങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ സ്വർഗീയ തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ, നാം വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാം ദൈവസന്നിധിയിൽ അവഗണിക്കാനാവാത്ത ഈ ഉപദേശ സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നിലനിന്നെങ്കിൽ മാത്രമേ സ്വർഗീയമായ അനുഭവത്തിലേക്ക് പോകുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ നമുക്ക് ഇങ്ങനെ പാട്ടും പാടി പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ പോകാന്ന് പറഞ്ഞാലും ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നത്, എന്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ളവർക്ക് അവിടേക്ക് പ്രവേശനമില്ല. അവരതിനെ അവഗണ്യമാക്കി കളഞ്ഞാൽ അവിടേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യൂദ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു കൊള്ളണം. നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആ വിശ്വാസം ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണ്. അത് അതിവിശുദ്ധ വിശ്വാസമാണ്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമുക്കറിയാം, വിശ്വാസത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ നമ്മൾക്കറിയാം ഈ നാളുകളിൽ അനേകർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോർക്കളത്തിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ 4-ാമത്തെ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ യൂദ പറയും, നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം നാം ഒന്നുകൂടെ പഠിച്ചാൽ, പത്രോസിന്റെ ലേഖനം പഠിച്ചാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ ഇതേ വാക്യത്തെ കോട്ട് ചെയ്തുകൊണ്ട് ദൈവത്തിന് യൂദ എഴുതുന്നതിന് മുൻപേ പത്രോസ് മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് നമുക്ക് അവിടെ, സമയമില്ലാത്തതുകൊണ്ട് ആ വേദഭാഗം എടുക്കുന്നില്ല, അവിടെ നമുക്കിത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം എന്താ, പോർക്കളത്തിൽ നിൽക്കുന്നവർ ഒരേ വിശ്വാസത്തിനുടമകളാണ്, ഒരേ നേതാവിനുടമകളാണ്, ഒരേ തലത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തന്മാർ. അപ്പോൾ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം നമ്മളിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ അതിനുവേണ്ടി നാം പോരാടുന്നില്ല എങ്കിൽ, അതിനുവേണ്ടി നമ്മൾ നിലനിൽക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസം പരാജയപ്പെട്ടു പോകും. ആ നിൽക്കുന്ന വിശ്വാസത്തിൽ ഒരു വലിയ ക്ഷയം സംഭവിപ്പാൻ ഇടയായി തീരുമെന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകിയ. അതെന്തായി തീരും? ശുശ്രൂഷ ഏൽപ്പിച്ചത് ദൈവമാണ്.
ദൈവമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ അത് വിശ്വസ്തയോടുകൂടി നാം ചെയ്യേണ്ടതായിരിക്കുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? വിശ്വാസത്തിൽ അപജയം സംഭവിച്ച് ക്ഷയിച്ച് പരാജയപ്പെട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവത്തിന് ദർശനം മങ്ങിപ്പോകുവാനിടയായിത്തീരും. ഞാൻ ഒരു ഉദാഹരണം പറയാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം ഒന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ ദൈവത്തിന്റെ സ്തോത്രം അതിന്റെ 27 മുതലുള്ള വാക്യം ആരെങ്കിലും ഒന്ന് എടുക്കുമെങ്കിൽ വായിക്കുന്നത് നല്ല ഉപകാരമായി. പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതായെങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണം ഏറ്റവും ഉറപ്പും വലിപ്പമുള്ളതുമാകും. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ അവിടെ കണ്ടു. മതി. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാണുകയാണ്, ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ, അത് അതിവിശുദ്ധ വിശ്വാസമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവർ നേതൃത്വ നിരയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം ദൈവിക പ്രമാണങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയുടെ പിന്നാലെ അനുഗമിച്ചവർ. മോശ ഇവർക്കൊരു വലിയ നിർദ്ദേശം കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവരെ പറഞ്ഞയക്കും. നമുക്കറിയാം, 12 ഗോത്രപിതാക്കന്മാരെ തെരഞ്ഞെടുത്ത് വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ പറഞ്ഞയക്കുന്ന സന്ദർഭമാണ് നമ്മളോട് പഠിക്കുന്നത്. പക്ഷേ അവിടെ ദൈവത്തിന് സ്തോത്രം, എന്റെ ചിന്ത, ഇവർക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, അത് അതിവിശുദ്ധ വിശ്വാസമാണെന്ന് പ്രഖ്യാപിച്ചവർ ഇതുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ പോർക്കളത്തിൽ ശരിയായ നിലയിൽ നിൽക്കാനത് കൊണ്ട് ഇവരുടെ വിശ്വാസത്തിന് അപജയം സംഭവിച്ചിട്ട് ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ, അല്ലെങ്കിൽ 12 പേര് പോയി 10 പേര് പറയുകയാണ് അവിടെ അനാക്കിന്റെ വല്ലന്മാരുണ്ട്, അവിടെ നമ്മൾ കീഴടക്കാൻ പറ്റത്തില്ല, അവര് നമ്മളെ എന്ത് ചെയ്തു കളയും. ഇവരെവിടെയാ നിൽക്കുന്നത്? ഇവരെ പറഞ്ഞയച്ചതാരാ? ഒരേ ഒരാളാ പറഞ്ഞയച്ചത്. മോശയാണ് അവരെ പറഞ്ഞയച്ചത്. ഇവരെവിടുന്നാ പോയത്? ഒരേ സ്ഥലത്തുനിന്നാ. കനാൻ, ദൈവത്തിന്റെ സ്തോത്രം, കാദേശ് തന്നെയിൽ തന്നെയാ ഇവർ പോയത്. ഇവർക്ക് കൊടുത്ത ഉദ്ദേശശുദ്ധിയല്ല, ഒരേ ദർശനമാണ് 12 പേർക്കും കൊടുത്തത്. എന്താണ്? ദേശത്ത് ദൈവത്തിന് സ്തോത്രം പോയി ഒറ്റുനോക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എല്ലാ നിലയിലും ഏകീഭവിച്ച ഏക മനസ്സോടുകൂടി ഒരേ ഉത്തരവാദിത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കനാൻ ദേശത്തേക്ക് ഒറ്റുനോക്കുവാൻ വേണ്ടി ഒരു മലയുടെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ അവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, അവിടെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ നമ്മളെ കീഴടക്കുന്ന അനാക്കിന്റെ വല്ലന്മാരുണ്ടെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന ആ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞ യെഹൂദയുടെ മകൻ കാലേബും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നൂന്റെ മകനായിരിക്കുന്ന യോശുവയും പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ദേശം ഒറ്റുനോക്കുക മാത്രമല്ല, മറിച്ച് അതിനകത്ത് അനുഭവിക്കുന്ന നന്മകളെ അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ തലമുറകളോട് വാഗ്ദത്തം ചെയ്ത ദൈവിക ദർശനങ്ങളെ ശിരസ്സാൽ വഹിച്ചിരിക്കുന്നത് കൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾ വിശ്വാസത്തിന്റെ അപജയത്തിന്റെ ശ്രേഷ്ഠതയെ വിളിച്ചു പറയുമ്പോൾ ന്യൂനപക്ഷമായിരിക്കും ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും, ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ആ ദേശത്തെ കൈവശമാക്കി തരും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്റെ ഉള്ളിൽ അകത്തളങ്ങളിൽ എനിക്കകത്ത് വ്യാപരിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ദൈവത്തിന് സ്തോത്രം, അത് അതിവിശുദ്ധ വിശ്വാസമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അഗാധമായിരിക്കുന്ന ആദിയുടെ നടുവിലേക്ക് ദൈവജനത്തെ മുക്കിക്കളയുവാൻ ശത്രു പദ്ധതി ഒരുക്കിയപ്പോഴും തന്റെ പിന്നാലെ മിസ്രൈമി അടിമതുഖത്തിന്റെ ആ വേദനകളെ താണ്ടി ആ നിത്യതയെ ലക്ഷ്യമാക്കിയെങ്കിൽ കനാൻദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് മുൻപോട്ട് വരുമ്പോഴും അവരെ പിന്നെയും ദൈവത്തിന് സ്തോത്രം പറവോന്യ സൈന്യങ്ങൾ പിന്തുടർന്നപ്പോഴും അവരെ അതിനെ അതിജീവിക്കത്തക്ക നിലയിൽ ദൈവാത്മാവ് ശക്തമായി നിർത്തിയത് വിശ്വാസത്തിന് വേണ്ടി പോരാടിയ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവഭക്തൻ മുന്നിൽ നിന്ന് തന്റെ കയ്യിലുള്ളതായിരിക്കുന്ന വടി നീട്ടിയപ്പോൾ ആടിയുടെ അകാമികളിൽ മുക്കിക്കളയുവാൻ പദ്ധതിയൊക്കിയ ശത്രുവിന്റെ തന്ത്രങ്ങളെ അവിടെ അതിജീവിച്ചത് മോശയുടെ വിശ്വാസമാണെങ്കിൽ, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, അഭക്തിയുടെ അല്ലെങ്കിൽ ഭക്തിയുടെ വേഷം കെട്ടിക്കൊണ്ട് അനേക കപടകാരികൾ ഈ നാളിൽ ദൈവസഭയിൽ
ദൈവത്തിന് സ്തോത്രം. ആ പോരാട്ടം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതവും പ്രാർത്ഥനയും ദൈവവചന ധ്യാനവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദുർവർത്തമാനങ്ങൾ ഇവർ പറഞ്ഞൊപ്പിക്കും. താഴോട്ട് പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന എങ്ങനെയാ? നമുക്ക് ന്യൂനപക്ഷമായിരിക്കുന്ന ഇവരുടെ വാർത്തകൾ കേൾക്കാൻ ആരും തയ്യാറായില്ല. ബഹുഭൂരിപക്ഷമായിരിക്കുന്ന 10 പേരുടെ വാക്കുകളാണ് കേട്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മൾ മുൻപോട്ട് പഠിക്കുമ്പോൾ നീണ്ട 40 വർഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പറയപ്പെട്ട ബഹുഭൂരിപക്ഷങ്ങളിലെ അവസാനത്തെ അറ്റം വരെയും നശിക്കുന്നത് വരെ, അല്ലെങ്കിൽ അതിന് അവസാനമായി ശേഷിക്കുന്ന ആരാണോ ആ വ്യക്തി വരെ ദൈവത്തിന് സ്തോത്രം നശിക്കുന്നത് വരെ ദൈവിക വാഗ്ദത്തം നിലനിന്നു. അതിനുശേഷം ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. പോരാട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം മനുഷ്യരോടല്ല, മറിച്ച് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഈ മഹാനിയോഗത്തെ നമ്മളുടെ പൂർത്തീകരിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം നാം അറിയാതെ നമ്മുടെ പിന്നാലെ അനുഗമിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് അവസരം തരട്ടെ. അങ്ങനെ അവസരങ്ങൾ നൽകിയിരിക്കുന്ന ദൈവദാസന്മാർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ അനേക അഭക്തന്മാർ നമ്മുടെ സഭകളിൽ നുഴഞ്ഞു കയറും. ദൈവത്തിന് സ്തോത്രം. അവർ നമ്മുടെ ഭക്തിയെ കെടുത്തിക്കളയും. അവർ നമ്മുടേതായിരിക്കുന്ന ഉപദേശങ്ങൾക്ക് വിരുദ്ധമായിരിക്കുന്ന ഉപദേശങ്ങൾ പറഞ്ഞൊപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അതിലൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വീണു പോകരുത്. ഈ നാളിൽ നമുക്കറിയാം, ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവത്തെ യൂദ പറയാൻ ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവായി. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നാം അഭിമുഖീകരിക്കുമ്പോൾ നമുക്കറിയാം, ഞെരുക്കങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മളെ വിളിച്ചവൻ ആരാണെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പാട്ടുകാരിങ്ങനെ പാടത്തില്ലായിരുന്നു, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനെ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ച ആലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യാശ്വാസം വരെയും. ഹല്ലേലൂയ. എല്ലാവരും വെറുക്കപ്പെട്ടവനായി, എല്ലാവരും ഒഴിവാക്കപ്പെട്ടവനായി. ഹല്ലേലൂയ. ദൈവത്തിൽ മാറ്റി നിർത്തിയപ്പോ എന്നെ ചേർത്ത് പിടിച്ചൊരു ദൈവസ്നേഹമുണ്ട്. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തൻ. ഇന്നും ദൈവം നിലനിർത്തിക്കുക, നമ്മൾ ഓരോരുത്തരും നിലനിർത്തിയേക്കുക. പ്രിയമുള്ള ദൈവദാസന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെല്ലാം മാറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം അത് അതിവിശുദ്ധ വിശ്വാസമാണെന്ന് തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോഴുണ്ടല്ലോ, ചില ആളുകൾ നമ്മളെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കി കളയും. നമ്മൾ 13-ാം അധ്യായം പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അവർ ദുർവർത്തമാനം പറഞ്ഞു വെക്കും. 13-ന്റെ മുതൽ 13-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം മുതൽ 33-ാമത്തെ വാക്യം വരെ പഠിച്ചാൽ ജനത്തെ ഏകവിശ്വാസത്തിൽ നിർത്തി വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുവാൻ വേണ്ടി നിയോഗിതരായിരുന്ന 10 പേർ അല്ലെങ്കിൽ 12 പേർ, അതിനകത്ത് 10 പേരും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യായിരുന്നു? ദുർവർത്തമാനം പറഞ്ഞൊപ്പിക്കുകയായിരുന്നു. ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം. എന്റെ വാക്കുകളുടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിത്യമായിരിക്കുന്ന രാജ്യത്തിലേക്കുള്ള പ്രവേശനം സ്വയത്തമാക്കണമെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചെന്ന് സ്വയം അഭിമാനിക്കുന്ന നമ്മൾ ദൈവിക ഉപദേശത്തിനും പ്രമാണങ്ങൾക്കും കൽപ്പനകൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. ഭൂമിയിൽ വിശ്വാസം, ദൈവോത്തരം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുന്നു. ഹല്ലേലൂയ. അതിന് അവസാനം യൂദ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പിന്നെയും പറഞ്ഞൊരു വാക്യങ്ങളുണ്ട്. അതിന്റെ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിപ്പീൻ. നാളുകൾ ദൈവത്തിന് സ്തോത്രം. നമ്മള് ദൈവം നൽകിയിരിക്കുന്ന ആ പരമനിയോഗം, മഹാനിയോഗം അവഗണിക്കാനാവാത്തതാണ്, അത് മാറ്റി നിർത്താനാവാത്തതാണ്, അത് നിഷേധിക്കാനാവാത്ത ഒരു മഹാനിയോഗമാണ് സുവിശേഷം അറിയിക്കുക. ഈ ലോകത്തിലേക്ക് ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു ജോലി ചെയ്യുന്നവരാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. ആ ജോലിയുടെ മുൻപ് യാത്രയിൽ ഭൗതികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകാം, സ്തോത്രം. പക്ഷേ
നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകരുത്. ഹല്ലേലൂയ. ഭൗതിക നന്മകളുടെ പിന്നാലെ പോകുന്ന ഒരു വിശ്വാസത്തെ കുറിച്ചല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. അതിനുവേണ്ടി നിങ്ങൾ പോർക്കളത്തിൽ പോരാടുക. അങ്ങനെ പോരാടിയാൽ നിശ്ചയമായും സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ദർശനങ്ങളെ പൂർത്തീകരിക്കുക മാത്രമല്ല, വീഴാതെ വണ്ണം നമുക്ക് ആ നിത്യതയിലേക്ക് എത്തുവാനായിട്ട് കഴിയും. കണ്ണടച്ചാൽ ഞാൻ ചെന്നെത്തുന്നത് ഒരു നിത്യരാജ്യത്തേക്കാണെന്നുള്ള ഒരു വലിയ സന്തോഷം, പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമുക്കൊന്നും കേൾക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഏറ്റവും വലിയ സന്തോഷമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാം, ഒരുമിച്ച് ദൈവം നൽകിയ ഉത്തരവാദിത്വം നിറവേറ്റാം, ഒരുമിച്ച് നമ്മളാലാവോളം ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട ആ വിശ്വാസത്തിന് വേണ്ടി പോരാടാം. പോരാടേണ്ടത് വിശുദ്ധ ജീവിതവും ദൈവോചനവും വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനയും ദൈവീയ ദർശനങ്ങൾ സമ്മേളിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായിട്ട് നമുക്ക് നിലനിൽക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനകൾക്കായ സ്തോത്രം. പോർക്കളത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. അനേകർ പട്ടുപോയ പോർക്കളമാണ്, അനേകർ വീണുപോയ പോർക്കളമാണ്, അനേകർ ഈ പോർക്കളത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ ഉപദേശത്തെ തെറ്റിക്കുന്നതായ ദുഷ്കാമഭോഗികൾ ഈ നാളുകളിൽ വർദ്ധനമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവെ നിലനിൽക്കുവാനുള്ള ദൈവകൃപ ഉയർത്തുന്ന ദൈവം ഞങ്ങൾക്ക് നൽകണമേ. ദൈവസേനയിലായിരിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും കുഞ്ഞുങ്ങളെയും അവരെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ ദൈവസഭയും ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കും. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയും. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. അവസരങ്ങളെ ഒരുക്കി ദൈവദാസന്മാർ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകി തന്നു. അതിവിശുദ്ധ വിശ്വാസം, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന ഒരു ആഹ്വാനമാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ആമേൻ. ഒരു പോരാട്ടം നിറഞ്ഞ ജീവിതയാത്രയാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപാട് മോഹങ്ങൾ ആമേൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ അതിവിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന പല വിധത്തിലുള്ള ആമേൻ നിലകളിലുള്ള ആ പ്രതികൂല സാഹചര്യങ്ങൾ ഉടലെടുക്കുന്ന ഈ ലോകത്ത് അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കാനുള്ള കൃപ നമുക്ക് ആവശ്യമാണ്. ആ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് ആവശ്യമാണ്. ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിച്ചവരുടെ കഥയാണ്, അനുഭവമാണ് ലേഖനത്തിൽ നമുക്ക് പൗലോസിലേക്ക് ഓരോ കപ്പൽ ഉടഞ്ഞുപോയി തകർന്നു പോയപ്പോൾ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ച ഭക്തന്മാരാണ് ആമേൻ പുതിയ നിയമത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ പോരാട്ടങ്ങളൊക്കെ സഹിച്ചാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. ഇനിയും ഈ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് ആവോളം പോരാടി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. വചനം ശുശ്രൂഷിച്ച ദൈവദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോ രാജൻ മാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായി അടിയങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലത്തെ ആരാധനയ്ക്ക് ശേഷം വീണ്ടും തൃപ്പാദത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സഹായിച്ച എല്ലാ കൃപകൾക്കായി സ്തോത്രം. പാടുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കൃപ ചെയ്തുവല്ലോ. തിരുവചനത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ഇവിടുന്ന് അധികാരപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലിനും സൗഖ്യത്തിനും ശുദ്ധീകരണത്തിനും വളർച്ചയ്ക്കും കാരണമാക്കുന്നതിനാൽ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. സ്ഥാപിച്ചിരിക്കുന്ന അതിമഹത്തമായ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്നുള്ളത് ദൈവമേ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾപ്പിച്ചുവല്ലോ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ലോകത്തിൻ്റെതായ ചിന്തകൾക്ക്, പാപങ്ങൾക്ക്, അശുദ്ധിക്ക്, മാലിന്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകാതെ പ്രാർത്ഥനയാലും ദൈവവചന ധ്യാനത്താലും ദൈവസന്നിധിയിൽ കർത്താവെ പോരാടി ജയിപ്പാൻ നിങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷിച്ച ദൈവദാസനെ കുടുംബമായി അവിടുന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നല്ല ശുശ്രൂഷയും പ്രവർത്തനത്തെയും കാര്യങ്ങളിലെല്ലാം കൂടെ ഇരുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. അനേകർക്ക് വിടുതലിനും ആശ്വാസത്തിനും സൗഖ്യത്തിനും ശുദ്ധീകരണത്തിനും കാരണമാക്കി അവിടുത്തെ കരങ്ങൾ ഉപയോഗിക്കുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ നിയോഗം പോലെ അവിടുന്ന് നൽകി കൊടുത്തിരിക്കുന്നതായ ആ ശുശ്രൂഷയെ അത് നിറപടിയായി ചെയ്യുവാൻ തക്കവണ്ണം അനേകരെ നേടിയെടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവോടുന്ന് സഹായിക്കുമാറാകണമേ. അതിമഹത്തായ വിശ്വാസത്തിന് വേണ്ടി പോരാടി ഒരു നല്ല നിത്യത പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവടികളെ എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണം. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ ദൈവദാസിദാസന്മാർക്കായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങളെ ഈ പ്രാർത്ഥനയിൽ പിന്നെയും അനേക ദൈവദാസന്മാർ പ്രവേശിക്കുവാൻ, ദൈവമക്കൾ പ്രവേശിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. അടിയങ്ങളെ പ്രവർത്തനം ഒരു വലിയ പ്രവർത്തനമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, സഹായിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളുമാറാകണമേ. അവിടുത്തെ വരവിന്റെ അടയാളങ്ങൾ, ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ വശീകരണ ശക്തികളിൽ ഒന്നും അടിമപ്പെട്ടു പോകാതെ കർത്താവെ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടി ജയിപ്പാൻ കർത്താവേ അവിടുന്ന് കൃപ തരുമാറാകണമേ. അടിയങ്ങൾക്ക് തനിയെ കഴിയുകയില്ല. അവിടുത്തെ ആത്മാവിന്റെ അത്യന്ത ശക്തിയാൽ നിറച്ചടിയങ്ങളെ ഉപയോഗിക്കുമാറാകണമേ. അടിയങ്ങൾക്ക് പോരാട്ടം അധികമുണ്ട്. ആ അദൃശ്യ മണ്ഡലത്തോടുള്ള പോരാട്ടത്തിൽ ജയിപ്പാൻ തക്കവണ്ണം ആവശ്യമായ കൃപയും ശക്തിയും പകർന്നു തന്നടിയങ്ങളെ നടത്തുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കും. കർത്താവെ രാത്രിയിൽ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടെ കരങ്ങൾ തരുന്നു. ദൈവത്തിനെ സൂക്ഷിച്ച് ദൈവദാസനെയും പിന്നെയും കരങ്ങളെ തൊട്ട് കൃപയ്ക്കുൾ മറച്ച പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. പിതാവേ, കൃപയോട് കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഭൂലോകമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെയും പ്രത്യേക ഇന്ന് രാത്രി വചനം സംസാരിച്ച ദൈവദാസനോടും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും